എന്ത് വരുമ്പോ പറ്റൂലല്ലോ. എന്താ ചേട്ട വർത്താനം പറയണ്ടേ? ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരൻ പറഞ്ഞ ഞാൻ ചിന്നാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതറിയാം നിങ്ങൾക്ക് ആണാ? അങ്ങനെ ഗായ്സ്, അപ്പൊ ഗായ്സ് ഇന്നത്തെ നമ്മളെ വ്ലോഗ് തുടങ്ങുന്നത് ഇബ്രാഹിമിന്റെ ട്രൗസറിൽ നിന്നാണ്. എടാ അവൻ്റെ ട്രൗസർ അല്ലേ ബ്രോ? അങ്ങനെ ബ്രോ ഞങ്ങൾ ഇന്നലെ വ്ലോഗ് എടുത്തപ്പോൾ എന്നെ പെടുത്തിയില്ല. അപ്പോൾ കമൻറ്റിലൊക്കെ ആൾക്കാർ ചോദിക്കുക എവിടെ എൻ്റെ ഇബ്രു, അവനെയും ഒഴിവാക്കി കൂടെ, സോറി ഉൾപ്പെടുത്തിക്കൂടെ എന്ന് കുറേ ആളുകൾ ചോദിച്ചു. അതിനോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഒന്നുമില്ല. ശ്രീ ഔദക്കുഞ്ഞ് എന്താണ്? അതെ, ശ്രീ ഔദക്കുഞ്ഞിന് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? കൊരക്കേ ആര്? എന്ത് നായിയ കൊരക്കാന്? സിബ് അടച്ചാളാ. എന്തിന്റെ പൈസയാണ്? ബസ് ഫീസോ? അങ്ങനെ ഗൈസ് നമ്മുടെ ഇബ്രോ സ്കൂളിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ വിദ്യാഭ്യാസമാണ് നമ്മുടെ ലൈഫിൻ്റെ അവിഭാജ്യ ഘടകം അല്ലേ ജിബ്രാനെ? അങ്ങനെ അവർ പോയി ഗൈസ്, ഞങ്ങൾ വെറുതെ പോന്നു. അവർ ശരിക്കും കുറച്ച് നേരത്തെ റെഡിയാക്കി നിർത്തണം കേട്ടോ അല്ലേ? ആ ടൈമിൽ കാണാമല്ലേ ഇത് ഇന്നലെ നായ്ക്ക് ചോറ് കൊടുത്താട്ടെ ഗൈസ്. നായ് ചോറ് തിന്നവുമില്ല, അവസാനം കാക്കാടാണ് ഫുള്ള് തിന്നത്. എൻ്റെ അബ്രുവിനോടൊന്ന് കുറച്ചു നേരം വർത്താനം പറയാൻ കിട്ടി. ഇത് വരുമ്പോ പറ്റൂലല്ലോ. എന്താ ചേട്ട വർത്താനം പറയണ്ടേ? ഇങ്ങോട്ട് വരാ. ആ രാവിലെ കുട്ടികളപ്പം കുറച്ചു നേരം നിക്കണീനോട് ഒക്കൂല. പിന്നെ എനിക്കിഷ്ടല്ല ഗൈസ്. അപ്പം നമ്മളെ ടെറസിൻ്റെ മേലെ പൂക്കൾ ഇതാ വീണ്ടും. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് മാത്രമേ റോസ് കളർ ഉണ്ടാവുള്ളൂ. നാളെ കാണാൻ വേറെ വെള്ള കളറൊക്കെ ആയി വരുന്നു. എന്താ അറിയില്ല, ഒരു ഈറല്ല മാതിരി. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ടിഷ ബേബി ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് അല്ലേ? ഒരു 5:30. കാരണം ഞാൻ 4 മണി 3:30 ഉറങ്ങിയപ്പോൾ 5:30 നീച്ചാണ് ഇഞ്ച ഉറക്കം സുൽപ്പാക്കി തുടങ്ങി. എന്താണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? നേരത്തെ ഉറങ്ങിക്കണോ? സുബൈക്ക് നീച്ചാനൊക്കെ ആയത്? ആ എന്ത് പൈത്തിക്കണ് പറയ്. പഴുത്തിക്കണ് പഴിയല്ല പഴുത്തിക്കണ്. ആരാ പറഞ്ഞേ? പോടാ അറിയാതെ. അപ്പോൾ ഇന്നലെ തന്നെ 2 മുറിച്ചിട്ടിക്കണ്. എന്നോട് മിഞ്ഞാന്ന് നമ്മൾ ആ കളറ് മാറിയതൊന്ന് മുറിച്ച് ഇന്നലെ. പിന്നെ ഇന്നലെ ഇപ്പം മുകളിലത്തെ പഴുത്ത് ഇറങ്ങാണ്ട് ഔട്ടില്ലേ? ആ പിന്നെ 2 മുറിച്ചിട്ടില്ലേ? ആ 2 തന്നെയല്ലേ ഇപ്പം പഴിക്കാണ്ട്. ഇനി വേറെ ഏതാ പഴിക്കാനായത്? പഴിക്കാനായതോ? ആ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മുറിച്ച് കാണ്ട് നമ്മളേ ഗൈസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെറും ചക്കമുറി കഴിക്കട്ടെ ഞങ്ങളെ വ്ളോഗ്. ഇന്ന് നമ്മളേ വല്യമ്മാൻ്റെ അടുത്തേക്കാണ് പോകും. ഇതൊന്നും പഴുത്തിട്ടില്ലടാ. ഇനി ഇത് പഴുത്തിട്ടില്ല. അതല്ലേ പറഞ്ഞ്? അതിൻ്റെ ഒപ്പല്ലേ മറ്റേ ചക്ക? അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ ചക്കയൊക്കെ.
നോക്കാം, പിന്നീട് നോക്കാം. എന്താ ചായക്കടി ഉള്ളത്? പുട്ടുക്ക് എന്താ? ചെമ്മീൻ കറിയോ? മീൻ കറിയാ? അതാ ഞാൻ ചോദിച്ചു അല്ലേ. ആ എന്നാ എനിക്ക് ഒറ്റ കഴിച്ചാ. ആ ചായ ഉണ്ടെന്നാ? അല്ല ഇനി എന്താ ആകണ്ടേ? എന്താണ് ഉണ്ടാക്കിയിട്ടില്ല. ഏ അല്ല കടി കഴിക്കണേ, ചായ ഉണ്ടാക്കിയിട്ടില്ല. ഗൈസ് അപ്പം ഇന്ന് പുട്ടാണ് സ്പെഷ്യല്. പുട്ടൊക്കെ ആണ്. ഇങ്ങനത്തെ പുട്ടുണ്ടാക്കണം നിങ്ങൾ, സ്പെഷ്യൽ ഐറ്റാണിത്. പിന്നെ ഇതെന്താ? ഇത് സ്പെഷ്യൽ ചീര ഉണ്ടോ? ഇതിൽ ഞാൻ മണ്ണുണ്ടാവല്ലേ. മിഞ്ഞാന്ന് ചീര വെച്ചിനി, ചീര കടിച്ചിട്ട് വരാം മണ്ണ്. ഇത് കൊറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിക്കണേ. കഴുകാൻ മറന്നിക്കണേ. കഴുകിക്കണ് കേട്ടോ, മറന്നിട്ടൊന്നുമില്ല. പക്ഷെ കഴുകിക്കണേ. ഇത് ഞാൻ ഓരോന്ന് എടുത്തുങ്ങാണ്ട് കഴുകിക്കണം. ഇല്ലെങ്കിൽ എന്നെ മയ്യത്ത് ഈ കാര്യം എനിക്കറിയാം. കാരണം 2 ദിവസമായി ഇന്റെ കായ് കളയുന്ന ഓരോ പരിപാടി ഇവിടെ നടത്തുന്നത്. ഇനി അതിന് കിട്ടൂല. എന്താ ഇതേമാതിരി തന്നെ ചീര കഴുകാതെ തീമിടുക, എന്നിട്ട് ഒഴിവാക്കുക. കഴുകാതെ അറിയണേ. പിന്നെ അത്ര മണ്ണുണ്ടാണ്. ഇജ്ജ് സമ്മതിച്ചല്ലേ അന്ന് ഞാനത് പറഞ്ഞപ്പോ? കഴുകിയിട്ടില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എത്തൊക്കെ ഇജ്ജ് കാട്ടണേ മൈക്ക് ജന്തുവാണ്. അതാ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് മാപ്പിള പെണ്ണുങ്ങളോ, അങ്ങനെയൊക്കെ എടുത്തല്ലോ. കുറച്ച് പാല് മാറ്റിയൊക്കെ എന്നിട്ട് ചായ ഉണ്ടാക്കാം. ഇബ്രാനോ ഒന്നും കൊടുക്കാന്നല്ലേ, വേണ്ടങ്ങത്തരല്ല കാട്ടും. പാല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓൾക്ക് ഓട്സാ വേണ്ടത്. പാല് കൊടുന്നിക്കണെങ്കിലോ? പാലുണ്ടെങ്കിൽ ഓൾക്ക് ഓട്സാ വേണ്ടത്. ജുബ്രുന് പല്ല് വെച്ചുവാ പോയണ്ട്, പല്ല് വെച്ചുവാ അപ്പൊ ആയിക്കോളും. അപ്പൊ ഗൈസ് നമ്മൾ ഇനി ചായ കുടിക്കാൻ പോകണം. അപ്പൊ ചായ ഉണ്ടാക്കിയിട്ടില്ല, ചായ ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇന്ന് ഇപ്പം നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ തറവാട്ടിലൊന്ന് പോകണം. തറവാട്ടിൽ അവിടെ വീട് പൊളിച്ചൊക്കെ ചെയ്തിരിക്കണമെന്നൊക്കെ പറഞ്ഞു, വീട് പണിയൊക്കെ തുടങ്ങിയിരിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പോയി പോരണം അല്ലേ കുഞ്ഞോളെ? ഇല്ലേ? കാരണം കുഞ്ഞോളൊക്കെ ഇപ്പം അവിടെ പോയിട്ട് കുറേ കാലമായിരിക്കും അല്ലേ? ഇന്നലെ അമ്മയൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് അവളവിടെ പോയിട്ടില്ലേ. ഓക്കെ. അപ്പൊ ചായ അടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുഞ്ഞോൾ. അപ്പൊ ഇന്ന് കുഞ്ഞോളുണ്ടാക്കിയ സ്പെഷ്യൽ പുട്ടും കൂട്ടിയിട്ടാട്ടെ നമ്മൾ ചായ എടുക്കാൻ പോണത്. അത് ബ്ലൂടൂത്ത് സ്പീക്കറാണ് കുഞ്ഞോൾ. ഇതിന്റെ പരിപ്പ് ഇളക്കും. ഇതിന്റെ മഞ്ഞ ചെറിയ സാധനല്ലേ ഉള്ളിലില്ലേ പരിപ്പ്, അതാണ്ട് എടുത്തോണ്ടിട്ടോ എറിഞ്ഞിട്ട് ഇതാക്കിയിട്ട്. ജിബ്രാന്റെ സെയിം കോപ്പിയാണുള്ളത്. ഇതിന്റെ പരിക്ക് എന്തായാലും എടുക്കും. എന്ത് വാങ്ങിയിട്ട് എടുത്തൊക്കെ കാണാതെ ഒറ്റടിക്ക് വാങ്ങിയ പിന്നെ അയക്കാരെന്ന് നേരം രാത്രി വരെ ചീച്ചില്ലേ. ഇവിടെ ഇവിടെ എങ്ങനെയെങ്കിലും കുട്ടികൾക്കൊക്കെ ഒരു അടുപ്പിലെ സ്വഭാവമാണ് ഗൈസ്. നേന്ത്രപ്പഴം നമ്മൾ അവനോട് സ്നേഹം കൊണ്ട് തൊലിച്ചു കൊടുത്താൽ പിന്നെ അവനത് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. പപ്പടം ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ ഓനത് പൊട്ടിച്ചാൽ അത് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ് അല്ലേ? എന്താണ് ഇവനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ്? ഓട്സോ? ഓട്സൊക്കെ എത്തുന്നതിൽ ഇപ്പോഴും ചെറിയ കുട്ടികളെ മാതിരിയാ അല്ലേ? മര്യാദക്ക് അടുത്ത മാസം സ്കൂൾക്ക് പോകാതെ നിൽക്കുക. സ്കൂൾക്ക് പോകാതെ നിൽക്കുക. എനിക്ക് കാണിച്ചു തരണ്ടേ അത്? അല്ല പോകരുത് എന്നില്ല എല്ലാം പറഞ്ഞു. അപ്പൊ ഗൈസ് ഞങ്ങളെ പുട്ടും കൂട്ടി തട്ടട്ടോ. ഞാനും ക്യാമറമാനും എന്നായിക്കോട്ടെ. ഇതിന്റെ മൂക്ക് ക്ലിയർ ആയി കൊടുത്തല്ലേ. കണ്ണ ഉറക്കണേ.
ആ തുണി കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ ഭാഗം കൊണ്ട് തന്നെ തുടച്ചു അൻ്റെ മൈക്കടെ ആ ഓണാണേ എടുത്തോണ്ടേ ടിഷുമ്മ പോവാ ടിഷുമ്മ എന്നെ കൊണ്ടുപോകണം കേട്ടോ അതിനൊക്കെ വഹിച്ച് നീ എടുത്തിട്ടുണ്ടാവില്ല മുടിപ്പം ഇന്നലെ വെട്ടിയിട്ടുള്ളത് മുടി വെട്ടി തൂങ്ങിയത് കണ്ണുക്കാവൂലേ കണ്ണുക്കാവുണ്ടോ മുടി അല്ല എന്താണ് എന്തോ കാര്യമായിട്ട് പോകാനുള്ള പരിപാടിയിലാണ് തോന്നുന്നുണ്ട് ഉമ്മച്ചിൻ്റെ അടുത്തേക്കാ ബാ നമുക്കപ്പ ഓട്ടോശീലാണ് പോണത് പോണ എനിക്ക് പോണോ ഒരു സലാം കൊടുത്ത ഇനാൻ്റെ അടുത്തേക്ക് പോണോ സലാം കൊടുത്ത അടിച്ചാ 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 ടിഷ അടിച്ചാ അടിച്ചാ ഞാനൊരു സലാം അസ്സലാമു അലൈക്കും സ്ലോ മോഷനാണ് ഇങ്ങനെ വരാ ഇങ്ങനെ ഇങ്ങനെ വരാ ഇത് സ്പീഡാക്കിയല്ലോ ഇപ്പൊ ഇവിടുക്ക പോണത് വാണിയമ്പലത്ത് ഇറങ്ങിക്കളാ നമുക്ക് പോകാം തറവാട്ടിക്ക് ഇപ്പൊ ഇറങ്ങ എന്റെ വണ്ടിയിൽ ഒരു ചപ്പും ചോറും ഞാൻ കയറ്റൂല ചവിട്ടിക്കണൊക്കെയാണ് അവൻ്റെ സ്വഭാവം ചോദ്യമല കാലി വെക്കുക ഇറങ്ങിക്ക വേഗം എടാ വാണിമ്പലത്തേക്കാണ് പോണത് പൊട്ടിയാലുള്ള ഇറങ്ങ ഇപ്പൊ തന്നെ അതിൻ്റെ ഉള്ളില് അതാണ് പറഞ്ഞത് വണ്ടി എടുക്കണതിന് മുന്നേ ഇറങ്ങിക്കൊണ്ടിരുന്നു എടീ ആ വാതിൽ ലോക്ക് ചെയ്താ നമ്മള് പെരയിലും പോയാല് നിങ്ങൾക്ക് ലോക്ക് ചെയ്യണോ ആ ഞാൻ ലോക്ക് നോളെടുത്ത് ലോക്ക് ചെയ്തോ ഞാൻ അന്നപ്പോ നിങ്ങൾ അങ്ങനെയല്ല ഞാൻ നോക്കിയത് ഞാൻ അത് എടുത്തക്കട്ടെ ചായ എടുത്തക്കട്ടെ എൻ്റെ ഫോൺ കൊടുക്ക് എന്നാലും ഉമ്മാക്കൊന്ന് വിളിച്ചറിയട്ടെ ഞാൻ മഞ്ഞില്ലേ പാടെ ചോദിച്ചോ ഇല്ലല്ലോ ഉപ്പാനോട് ഉണ്ടാവും അവിടെ. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് തറവാട്ടിലേക്കൊന്ന് പോയി നോക്കട്ടെട്ടോ മൈക്ക് പിടിച്ച് വലിച്ചല്ലോ കുട്ടിനെ പിടിച്ചടി ഞാനേ വല്യമ്മാൻ്റെ അടുത്തേക്ക് പോയോക്ക ഇമ്മാടെല്ലാം പോലോ അപ്പോൾ വല്യമ്മാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വല്യമ്മാക്ക് എന്തേലും വയസ്സായതല്ലേ എന്തേലും ഗിഫ്റ്റ് ഉണ്ടോണ്ടേ ചക്ക അപ്പോൾ ഒരു ചക്കര കൊണ്ടുപോകാം ഏറ്റവും വില കൂടിയ ഫ്രൂട്ട് ഏതാ അറിയോ നിങ്ങളെ ചക്കക്കരം ചക്ക എന്നുള്ളതല്ല കാരണം നമ്മൾ വീട്ടിൽ വളർത്തി ഉണ്ടാക്കിയ സാധനമല്ലേ അതിനോട് ഒക്കൂല നമ്മളെ വീട്ടിൽ നമ്മളെ സ്വന്തം വീട്ടിൽ വളർത്തിണ്ടാക്കി ചക്ക കൈ കൊടുത്താ പൊന്തനക്ക് നമ്മക്കണ്ട ഈ സാധനം ഇതിന്റെ എടുത്തുണ്ടായിരുന്നു നിർത്തളോ കത്തിരുത്ത ചാടുന്നുണ്ട് ആ ഒക്കെ ഉണ്ടാവും ചക്കയല്ലേ ചെള്ളാടാവോ നടന്നാ പോണത് കാറിൽ പോവല്ലേ അതുവരെ നടക്കണ്ടേ അപ്പൊ വാതില് ലോക്കാക്കുകയും ചെയ്തു
കുട്ടീനെ എടുത്ത് അതിൽ പറഞ്ഞോ. ഇത് എവിടെയാണ് അല്ല കാറിന്റെ ആവിയാ? ആ കാറിന്റെ ആവി അവിടെ റൂമില് അതിലുണ്ടാവും. ഗൈസ് അപ്പം നമ്മളെ തറവാട്ടിക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു. ഓഫാ തറവാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോഴാണ് കുഞ്ഞോൾ നടന്നു പോകാൻ പറ്റിച്ചായിരുന്നത്. കാരണം ഓക്കൊന്നും ഇപ്പം നടക്കാൻ പറ്റിയ അവളൊക്കെ വലിയ തൊലിച്ച് ഞാൻ ആ ചക്കിയും കൊണ്ട് നിങ്ങൾ നടക്കണ്ടല്ലേ നമുക്ക് നടന്നു നോക്കാം. ചിലക്കല്ലടി പൂട്ടടേ കൂടെ മുന്നിൽ കൂടി ചക്കിയും താങ്ങി പിടിച്ച് പോകണ്ടല്ലേ എഴുതിട്ട്. അതാ കൊതി കൂടുതലേ. അത് മാത്രല്ല ചക്ക ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് വല്യമ്മാൻ്റെ അടുത്തുനിന്ന് തൊള്ളിയിൽ കേൾക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഈ ചക്കയുടെ ഒരു മട്ടും ഭാവം കണ്ടിട്ടേ പഴുത്തിട്ടുണ്ടാവില്ല. മറ്റേ ഒരു പേപ്പറേ വല്യമ്മാനെ പഴുത്തിക്കണമെന്നൊന്നും അറിയില്ല. പക്ഷെ കളറൊക്കെ മാറി അതൊക്കെ മഞ്ഞ കളറൊക്കെ മഞ്ഞ കളറാണ്. പിന്നെന്താ വെച്ചാൽ ഓരോരുത്തർ കോളുകാരെ കാരം. അപ്പോൾ നിങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുകൊണ്ടൊരു ഇതൊന്നും നോക്കാതെ മൂപ്പൊന്നും നോക്കാതെ അങ്ങനെ കൊണ്ടുവന്നാണ് അവർ. കാരിക്കോ ഒന്നിൽ ടിഷുമാൻ്റെ മൂക്ക് ടിഷുമ്മ നടക്കുന്നിടത്ത് കൂടെ വൈബ്സ് കൊണ്ട് നടക്കല. അതന്നേ ഒക്കെ ഇവിടെ തവനൂരത്തെ ഫുട്ബോൾ കഴിഞ്ഞാന്നുണ്ട് ഇതേപോലെ. പിന്നെ ഇപ്പം മിന്നാന്ന് ആരെ ഗ്ലാസ് ഒന്നായിട്ടാണ് തിരിച്ചു. ഗൈസ് അങ്ങനെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചക്കയുമായി. വല്യമ്മക്ക് പ്രിയപ്പെട്ടവൾക്കൊരു സമ്മാനം, ശ്രീ വല്യമ്മക്കൊരു സമ്മാനം. ഇതൊക്കെ തിരിച്ചു വെച്ചിരിക്കണ ആരും കാറിനുള്ളിൽ കയറിനേടി. ആരും ഇബല് കയറിക്കണോ? ആരും കയറിയിട്ടില്ല. നിങ്ങളല്ലേ ലാസ്റ്റ് മിഞ്ഞാന്ന് പഴയതെടുക്കുന്നതിലാണ് പോണം. ഒക്കത്തിന് പിടിച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പം കരുതി ഈ തറവാട്ടിക്ക് ഇങ്ങനെ കാറിൽ പോകുള്ളൂ. ഇത്രയും ദൂരെ നിങ്ങൾ നടക്കാൻ കരുതിന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കാരണം ഇത് കാറിൽ പോകുമ്പോൾ കാറ് പോണ റോഡിൽ കൂടെ പോവുകയാണെന്നുള്ളൂ. ക്യാമറമാനെ അല്ലെങ്കിൽ ആയിക്കോട്ടെ ഷോർട്ട് കട്ട് ഉണ്ട്. മാറുന്നാളാണ് ജിബ്രാൻ തല മാറ്റിക്കള. ഇതാണ് ഞാൻ പഠിച്ച മദ്രസ്. ഞാൻ പഠിച്ച മദ്രസാണിത്. ഞാൻ നിസ്കരിച്ചിന് പള്ളിയാണ്. അതുകൊണ്ട് ഇനി ഇതിലാരും പഠിച്ചാതൊക്കെ നല്ലത്. നന്നായിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ തറവാട്ടില് വല്യമ്മാന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ട് കൊണ്ടുപോണ്ടി വല്യമ്മ ഇടലില്ലല്ലോ. എന്താ വലിയൊരു ചുരിദാർ മരിക്കാത്ത കോട്ട് കൊടുത്ത് വെച്ചിരിക്കണോനെയാണ്. എങ്ങനത്തെ വല്യമ്മക്ക് മുന്നിൽ തന്നെ ഉണ്ട്. ആരാപ്പത് എഴുതുണ്ടാവട്ടോ വല്യമ്മ, ആരാപ്പത്. അപ്പൊ ഗൈസ് അതാണ് നമ്മുടെ വല്യമ്മ. അതായത് മൂനിക്കൽ തറവാട്ടിലെ മൂത്ത ഇനം ശ്രീ ആയിച്ചമ്മ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. നിർത്താനോ ഇവനറിയോ നിങ്ങൾ വല്യമ്മ? ഇവനറിയോ? നിങ്ങളെ ബാക്കിയാണ് തുള്ളിശ്ശേരിയാ.
ആര് അറിയോ മൈക്കടി ഇവിടെ ഉണ്ട് ആണോ? ആ വല്യമ്മക്ക് നിങ്ങൾക്ക് സമ്മാനം കൊടുക്കണം. മാണോ വേണ്ടേ? നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ട് മാണോ വേണ്ടേ? ഇതല്ല പറഞ്ഞത്, ഇത് കേക്ക വർത്താനം പറയണ കേക്കാനുള്ളതാ. വല്യമ്മേ ഇതാണ് സമ്മാനം. ചുളിവ് വന്നിക്കണത്, സ്കിന്ന് സോഫ്റ്റ് ആയിക്കല്ലേ. തുള്ളിശീല ഇവിടെ അറിയില്ല നിങ്ങള് സാജിദാനെ? മനസ്സിലായോ? മകനോളെ മകനോ? മകനല്ല, അപ്പുറത്ത് മറ്റേ ജസീനല്ലേ? അവളെ മകനോ? ആ ജസീനാന്റെ ചെറുക്കല്ലേ പന്തളിച്ചാർന്നീന്? അറിയാം. ഇതൊക്കെ പെണ്ണായതൊക്കെ പെണ്ണൊന്നല്ലത്. അയ്യോ പെണ്ണായതൊക്കെ ഞാൻ അറിയാം. ഞാൻ കാണണമെന്നാണ് ഇനി പെണ്ണായിന് പത്താട്ടത് മുടിയൊക്കെ വളർത്തിയാണ്ടില്ലേ? ഇപ്പൊ ഇതാ മോഡല്. അത് ചെറുക്കമ്മ ഇതൊക്കെ കൊറിയേ ചോദിച്ചോക്കിയാലുണ്ട്. കൊറിയല്ലടാ അത്? വല്യമ്പാക്കത്ത് കൊറിയ. എനിക്ക് നിന്നെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഒന്ന് വരലുണ്ടല്ലോ ഇടക്ക് ഇതിൽ കൂടെ പോക്കിടല്ലോ. ഏതിയാക്ക ഏതിയാക്ക അത് പിടിച്ചാ നല്ല പഴുത്ത ചക്ക മണുണ്ട് ഇവിടെ. അതെവിടുന്ന ചക്ക? അത് കഴിക്കലും തുടങ്ങിയോ? അതാ ഞങ്ങളിപ്പോ നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് വന്നതാ. ആ പറ്റൂലെന്നോ? പറ്റൂല. ചക്കി പറ്റൂല. നല്ല മധുരമുള്ള ചക്ക. ഇത് മറ്റേ ചക്കയാണ്, പൈസക്കാരൊന്നും ചക്കേ, സാധാ ചക്കയല്ല. പക്ഷെ ഇത് പഴുത്തുക്കണമെന്ന് അറിയില്ല കേട്ടോ. ഞാനൊരു മഞ്ഞ കളർ കണ്ടപ്പോൾ ഞാൻ മുറിച്ചതാ. കാരണം ഇങ്ങനെ കോളേര് വന്നാലേ വല്യമ്മക്ക് കൊടുക്കാൻ കൂടുതലാറുണ്ട്, ഞാൻ മുറിച്ചതാ. ഇതിപ്പോ പച്ചയാണെങ്കിൽ ഇപ്പൊ അതിന് ഇവിടെ മറ്റോനെ സ്ഥിരമായോ ആർക്കൂലാറിനോടേനു? എല്ലാവർക്കും ഒന്നും ഇല്ലാറിനളി. എവിടെ ആ ചക്കൊന്നും എടുത്തോടുന്നടി പോയിട്ട്? എനിക്കാണ്ട് വലിയ മാനി കൊണ്ടുവന്നത് അതെ ബനല്ലേ? ആ ഓലിപ്പോ വരൂല, വല്യമ്മ വരൂലല്ലടാ. ഇവനെന്താ മുണ്ടാത്ത നോണ്ണറിയാ ഓനാണ്. ഞാനവിടെ കുറെ പണ്ട് കണ്ടാണ്. അന്നാണ് ഇനില്ലേ? ആ എന്നാണ് ഇനി നാണോ ഉണ്ട് ഇനി. നാണോ അല്ല നാണോ അല്ല അല്ലേ? ഏതായാലും ചെറുക്കന്മാരൊക്കെ പോയപ്പോ ഓക്കെ. എങ്ങനെയുണ്ട്? വേറെ വേറെ ഇട്ട് വേറെ വേറെ എങ്ങനെയുണ്ട് മുടിമത്തെ? വേണ്ടു എന്നാലും കുഴപ്പമില്ല. ഇത്രല്ല അല്ലേ ചെറുക്കന്മാരൊക്കെ? ഇത് നമ്മളെ ചക്ക കേട്ടാ കാണാൻ ചുറുക്ക്. സാധാ ചക്കയല്ലേ? ഈ ഓട്ടം കണ്ട് ചക്ക കളിട്ട് കൊണ്ടുപോയത് ഞാൻ പറഞ്ഞു മൂക്കൊന്നും വേണ്ട ഒരിക്കാനോ കൊണ്ടാട്ടുണ്ടാക്കാനല്ലേ, ചക്കക്കറി കൊണ്ടാട്ടുണ്ടാക്കാനല്ലേ. ചക്കക്കാരും ഉണ്ട് ഇതിനോടുന്ന് പൈസ പൈസ ഇട്ടപ്പോ അതിന് മൂത്തിട്ടില്ലേ ഇത് മൂത്തിട്ട് ഇട്ടിട്ട് ഒരു മൂത്തിട്ടില്ല ഇറങ്ങി. ഓട്ടം കാണുന്നുണ്ട്. എല്ലാ ചക്കക്കും ഈ കറുപ്പുണ്ട് ഇറങ്ങാണ്ടേ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടാൻ പോയത്. സാധാരണ വരുന്ന ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. എത്ര വില കിലോന് എത്ര തരിക? ഒന്നിന് കൂട്ടല, ഒന്നിന് 100 രൂപ. ഒരാൾക്ക് 100 ഉറുപ്പിക കിട്ടും. ഇങ്ങനെയല്ലേ വലിയാക്കിയത്. മധുരം ഉണ്ട് കേട്ടോ. മധുരമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കറുപ്പ് വരുന്നതേ അത് ഈ ചക്കൊക്കെ ഉണ്ട്. ഞാൻ കമ്പനി അത് ഫംഗസ് ബാധേ. അത് എന്താ തേക്കാനേ ഈ മഴ ചെയ്തിട്ട് അത് കുത്തു വരികയാണ്, പിന്നെ അത് ഇങ്ങനെ പടരാന്നുള്ളു കൂടെ. പേരക്കുട്ടിയെ പേരക്കുട്ടിയോട്
ആ അറിയാം ഉപയോഗിക്കുന്നത്. അത് അന്നെ അങ്ങോട്ട് ഇതെങ്ങനെ പറഞ്ഞു ഞവഞ്ഞുള്ളു കുടുങ്ങി. ഞവഞ്ഞല്ല ചൗണി. 5 പൈസ അടിക്കണം. പൈസ ഒന്നുമില്ല. അപ്പത്തെ ഓർമ്മിക്കാത്തെന്നാ ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു പൈസ കൊടുത്തിക്കണോ എന്നുള്ളത്. അല്ല കുഞ്ഞുങ്ങളെ ആ കോട്ടിച്ച് പറ്റില്ല. ചുരിദാർ മരിക്കത്തെ കോട്ടാണ്. അതുമല്ല ചൂടില്ലേ. ചൂടില്ലാന്നോ? കട്ടില്ലത്. കട്ടിയുണ്ടാകില്ല. നിങ്ങൾക്ക് കട്ടിയുള്ള കോട്ട് വാങ്ങീനി. പക്ഷെ ആ കോട്ട് ചെറിയ കോട്ടായി. അവിടുന്ന് ഇട്ട് നോക്കിയിട്ടില്ലേനി. അങ്ങനെ അത് വാങ്ങി പോന്നിക്കുന്നു. ഇവിടെ വന്നിട്ടപ്പോ കാക്കൂന് തന്നെ കൊള്ളില്ല. ഇച്ച് മറ്റേ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ നമ്മളന്ന് വാങ്ങിയതോ, അന്ന് വാങ്ങിയ കോട്ടോ. അതെവിടെ എന്നിട്ട് അത് ഇടലുണ്ട് വല്യമ്മ. അതിന് മേലെ ഇടാനാ? വല്യമ്മ അത് ഇട്ടിട്ട് തണുപ്പ് മാറായിട്ടാണ് ഇത് ഇങ്ങോട്ടേക്കോ എനിക്കിടാ. എന്നിട്ടോ ഇച്ചം വേണ്ടായിട്ടാണ്. മറ്റേ കോട്ട എവിടെ അപ്പൊ അന്ന് നമ്മള് വാങ്ങിനി? അതുപോലെ ഉണ്ടാവും. ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ അതിന് മേലെ കൂടെ ഇടാനല്ലേ? അത് വേണ്ടാന്ന് കൂടിയാണ് അതിന് മേലെ കൂടെ ഇട്ടാലും ഇതില്ല. അത് കോട്ടന്റെ തീപ്പെട്ടതാ കോട്ടനൊന്നല്ലല്ലോ. തോന്നണ തിരുമ്പിയപ്പോഴൊക്കെ കോട്ടന്റെ ഒരു ഏതാ കോട്ട്? ഫുള്ളില്ലതില്ലേ. ഇപ്പൊ ഇങ്ങനെ കെട്ടണ കൊറേ കെട്ടാനൊക്കെ നോക്കി ആ കെട്ടൊക്കെ ഉണ്ട്. ആ നമ്മള് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. വലിയ റിസോർട്ടിലൊക്കെ ഉണ്ടാവണ അല്ലേ? നിങ്ങളെല്ലാം കൊടുത്താ മതിയായിരുന്നത്. ഞാൻ വല്യമാക്ക് ഇനി തണുപ്പിന്റെ പ്രശ്നമാണെങ്കിൽ ഇനി കാലും ഇതൊക്കെ മുടിക്കോട്ട എഴുതിട്ടാ. ആ വല്യമ്മ അതിന് സോക്സ് ഉണ്ട്. എന്നാ വേറൊരു സാധനം ഉണ്ടല്ലോ അവിടെ പല പല കളർ. അതിന് വല്യമാക്ക് ടൈറ്റ് കാരം. ഏത് നിങ്ങൾ എനിക്ക് വാങ്ങിയതോ? ആ വല്യമ്മക്ക് കൊണ്ടുപോകും. ഇങ്ങനത്തെ വാങ്ങിയാ മതിയേനി. ഇത് മതി ഇപ്പൊ തൽക്കാലം. ഇതൊക്കെ നനക്കൊക്കെടാ. ഞാൻ റിസോർട്ടിൽ നിന്നൊക്കെ ഇടുന്നതാ. ഇത് വലിയ റിസോർട്ടിൽ നിന്നൊക്കെ ഇടുന്നതാ ആൾക്കാർ. ചൂടുണ്ട്. ചൂടില്ല. ഇത് പൈസക്കാരിടണേ. പൈസക്ക് എത്താ പണിക്ക് പറഞ്ഞു. ഗൈസ് ഇതിട്ടിട്ട് വലിയമാക്ക് ചൂടില്ലാന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ഒരാഴ്ച ഇതിട്ടാണ്ട് നടക്കുന്നു. ഒരാഴ്ച 3 മാസം ഉണ്ടോ? ആരെ പിന്നൊക്കെ കുത്തി വെച്ചിരിക്കണത്? ആകെ പിന്നെ അത് ഇട്ടോക്കിയതാ ഞാനേ. വണ്ടി ഇവിടെയൊക്കെ ഓട്ടാക്കും. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇടണം. ഒരു കയറും കൂടി ഉണ്ടായിരുന്നതുമേ. ഉള്ളിലുണ്ട്. ഉള്ളിലാണ് കൊറേ കയറാണ്. രണ്ടെണ്ണല്ലേ ഉള്ളില്. അങ്ങനെ ഇടാൻ പറ്റും. പാത്തിന്റെ അവസ്ഥ പക്ഷെ ഇത് വല്യമാനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു തണുപ്പുള്ള ക്ലോത്താ. തണുപ്പുണ്ടല്ലേ? ചൂട് കുറവാ. പക്ഷെ നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം. അനക്കടിച്ചിനി അത് പക്ഷെ വല്യമാ കൊള്ള. പക്ഷെ വല്യമായി മാത്രം വലിയ തടിയൊന്നുമില്ലല്ലോ. എൻ്റെ അത്ര തടിയൊന്നുമില്ലല്ലോ. തടിയൊന്നുമില്ലല്ലോ. ഞാനേതായാലും അത് ഇടില്ല. ആ എന്നാ കൊണ്ടുവന്നല്ലോ കേട്ടോ. അത് കൊണ്ടുവന്നല്ലോ കേട്ടോ വല്യമ്മ. ബാ ഈ ചക്ക ഇങ്ങനെ വെക്കലടി. ഗൈസ് അങ്ങനെ നമ്മൾ ചക്ക ഇതിലേക്ക് വെക്കുകയാണ്. ഓക്കെ അല്ലേ? അറബിയുള്ള വേഷം. ട്രൗസർ ഉണ്ട് അടിയിലേ. തുണി വേണ്ടാന്നാണ്. എന്നാ വേണ്ട? നമ്മളിതിന് അപ്പാപ്പല്ല പരിപാടിയാ. അതിനൊന്നും വെയിറ്റിംഗ് ഇല്ല. ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കണം. യൂട്യൂബേഴ്സ് സെലിബ്രിറ്റികൾ ഇങ്ങനെ നടക്കുക. എത്ര ദിവസം നിങ്ങൾ അങ്ങനെ നിങ്ങൾ മര്യാദക്ക് തുണിയും കുപ്പായിട്ട് നടന്നാ മതി. തണുപ്പാണ് ഗൈസ്. അപ്പം ഞാനിങ്ങനെ കയറാം കേട്ടോ കൂടുതൽ ടൈം. ഓക്കെ ഗൈസ് ഇങ്ങനെ കയറി നമ്മള് കൂടുതൽ ടൈം ഇതിലുണ്ടാകാം. എങ്ങനെയുണ്ട് പുതിയ കോസ്റ്റ്യൂം? ഏതുണ്ട് ഇത്? കോസ്റ്റ്യൂമാണ്. ആ സെറ്റല്ലേ?
ഹൗസിലൊക്കെ ബസ്സിലൊക്കെ പെണ്ണുങ്ങളടുത്ത് പോവാണേ. പെണ്ണുങ്ങളടുത്ത് പോവല്ലേ ചെറുക്കൻ നിക്കാ കഴിക്കണേ റങ്കിലടേ എന്നും പോലെ എന്നും പോവും. പെണ്ണുങ്ങളും പറയേ അന്നെ കെട്ടിക്കൊണ്ട് അനീസ് കണ്ടപ്പോ തന്നെ പത്ത് തടിയൊന്നുമില്ല, തടില്ലാതെ കുഞ്ഞോളെ മാതിരിയാണെന്നോ? എന്നെ ഓളെ കൊണ്ടുവന്നത്തെ മതി. ചെറിയൊരു പെൺകുട്ടിയാണല്ലേ, അതിന് ഓനും തടിയൊന്നും ഇല്ലല്ലോ. നീളുണ്ട് കാക്കുണ്ടില്ലാറ്, നീളുണ്ട് ചുരുളമുടി ആയിട്ട് കുറേ പക്ഷെ ചെക്കന് പെണ്ണ് കിട്ടിട്ടോ, അത് ഭയങ്കര ഒരു ഇതായി പോയി, സങ്കടമായി പോയി. കുടിക്കാർ കാണാൻ പോലെ എന്തും പറ്റും. ഇനി ഇബന് പെണ്ണേരുണ്ടേ ജെസ്സി ജെസ്സിനകത്തൊക്കെ വിളിച്ചാണ്ട് പറയാം ചെറുക്ക മുടി വളർത്തിരിക്കണ ഇതേ ദയവ് ഇതാ ഓന്നല്ല കേട്ടോ, അവൻ്റെ പേരെ കരിവാരം കൊണ്ടാ ഓ നമ്മളെ ക്യാമറമാനാ പുതിയത്. ഓക്കെ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞ, ഞാൻ ചിന്നാണ് നിങ്ങൾക്ക് അറിയില്ലേ? അതറിയാം നിങ്ങൾക്ക്? ജിന്നൊക്കെ പോയപ്പോ ഞങ്ങളെ ജിന്നൊക്കെ പോയപ്പോ ഞാൻ ജിന്നെന്താ ചിന്നുണ്ടതിന് കാലുണ്ടായില്ലേ? 10 പൈസ ആകെ കുടിക്കുന്നു. എടി ആ പൈസ കൊടുക്കുന്നാല് പൈസ എടുത്തിട്ടില്ലല്ലോ, പൈസ ഇന്ന് കൊണ്ടുവന്നു. പൈസ എടുത്തിക്കണോ? 500 ഇല്ല, കുറച്ച് എടുത്ത് തരട്ടെന്നാ. അല്ലെങ്കിൽ വൈകുന്നേരം സോനുനോട് വരാൻ പറയും. അപ്പൊ എന്താ സോനുനോട് പറഞ്ഞ വെച്ചാല് സോനുവിനെ ഞാൻ കാണലുണ്ടോ? പാലുകൊണ്ടിരല്ലേ? അപ്പൊ അപ്പോഴ് പറയാൻ പറഞ്ഞു അവനോട്. ഞാൻ അല്ലപ്പോ പാല് കൊണ്ടിട്ടുണ്ടോ? ഇന്ന് വന്ന് ഞാൻ ഇന്ന് ഓനെ കൊണ്ട് സാധനമൊക്കെ കൊണ്ടുവരിച്ചേ, എമ്മങ്ങാട് പോയി കണ്ട് അരിപ്പൊടി പുട്ടുപൊടി ഒക്കെ ഓനെ കൊണ്ട് കൊണ്ടുവരിച്ചേ. പക്ഷെ അപ്പൊ ആണെങ്കിൽ ഓനക്കും പൈസ കൊടുത്തിട്ടില്ലല്ലോ, എന്നിട്ട് ആ ചങ്ങായി ചോദിച്ചിട്ടില്ല പൈസന്റെ കാര്യം. കൊടുക്കണ പൈസ ഓനക്ക് ചോദിച്ചു നോക്കണ്ട്, ഞാൻ ഓനക്ക് ഗൂഗിൾ പേ അയച്ചിന് ഡൗട്ട് ഉണ്ട്. കഴിഞ്ഞതില്ലല്ലോ അയച്ചത്, എനിക്കറിയില്ല, ചോദിച്ചു നോക്കി അവൻ പറയല്ലോ. അല്ലെങ്കിൽ ഓൻ അങ്ങനെ വൈകലില്ലേ? അല്ല ഓൻ പറയൂല, എന്നോട് അറിയലുണ്ടല്ലോ വാട്സപ്പില്. ഞാൻ പറയുമ്പോഴാ കാര്യങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതിന് മുമ്പാർക്ക് വീഡിയോ എടുക്കാൻ പറയും. നിങ്ങളെ വീഡിയോ ആണെങ്കിലോ അപ്പളെ ആളെ കഞ്ചിക്കണം, അപ്പളെ നടക്കും. സാധനം ഇതല്ലേ അപ്പൊ ഇന്നലെ ഉണ്ട് സാധനം വിളിച്ചത്. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് വന്നിട്ടില്ല, മറ്റേ വണ്ടിയിൽ കൊടുക്കൂല. എന്നിട്ട് പിന്നെ പോയി കൊടുന്നോക്കാം പണി വെച്ചോ. പോരാൻ ബസ്സിൽ പൈസ ഉണ്ടാവില്ല. ഞാൻ പറയാ എന്നോട് കുറച്ച് ചോദിച്ചൂടെ ചിഞ്ചൂലപ്പോ മുഖാണെങ്കിൽ ഓളത്തേലും കൊടുക്കും ചോദിച്ചു. പയ്യൊന്നും വർക്കില്ല. പണി അടിച്ചുമ്പോ പൈസ കൊടുക്കാൻ പാടില്ല, അറിയില്ല? പണി പഠിച്ചുമ്പോ പൈസ കൊടുക്കാൻ പാടില്ല. പാട് കൊടുക്കണ്ട, വണ്ടിക്കൂലിക്കൊക്കെ കൊടുക്കലുണ്ടാവൂലോ. അവിടെ എടുക്കാൻ പറഞ്ഞാ പോരെ? നടക്കേ അവിടുന്ന് എടുക്കാൻ പറഞ്ഞാ പോരെ? അതൊന്നും ഓർക്കൂല. ഞാൻ പറഞ്ഞോണ്ടി ഡെയിലി 50 ഉറുപ്പിക എടുക്കാൻ പറഞ്ഞു. ധൈര്യോ ധൈര്യം 50 ഉറുപ്പിക ഇട്ടാണെങ്കിൽ ഓൻ കശായി ഓനാ ചിഞ്ചു കൊടുക്കൂട്ടോ. ഓളൊപ്പം പോകാനും കൊടുക്കാം. ഡെയിലി 50 ഉറുപ്പിക അവിടുന്ന് അതിന് കൊടുക്കലില്ല എന്നാണ് ഞാൻ ചോദിച്ചോ. ഉണ്ടാവട്ടോ പറയലില്ല. ഞാൻ ചോദിച്ചപ്പോ മണില്ല പൈസ ഞാൻ പഠിച്ചില്ലായിരുന്നു. അതിനെങ്ങനെ അറിയോ? ഒരു 3-9 8 മണിക്കൂർ പോന്നാൽ മതി, എന്നാൽ ബസ് ഉണ്ടാകുമല്ലോ. ഇത് 9 10 ആകുമ്പോഴൊക്കെ ബസ്സൊക്കെ നിൽക്കല്ലേ. പോവല്ലെന്നാ ഞങ്ങൾ പോയാലോ? മോട്ടോർ ചായ ഉണ്ടായി വൈകുന്നേരം പറഞ്ഞോണ്ടി സോനുവിന് കേട്ടോ, അല്ലെങ്കിൽ നാളെ രാവിലെ സോനുവിൻ്റെ അടുത്ത് കൊടുത്തേക്ക, മറക്കല്ലേ? ഓക്കെ. പിന്നെ സോനുവിനോട് തന്നെ എല്ലാ മാസവും ഓൻ്റെ പൈസ വാങ്ങുന്ന ടൈമിൽ വല്യമ്മേൻ്റെ പൈസ വാങ്ങാൻ പറയാം. ഓക്കെ. അങ്ങനെ ഗായ്സ്, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വല്യമ്മാനെ പോയി കണ്ടു. അല്ല കുഞ്ഞോളെ? എത്ര ദിവസമായിക്കണ വല്യമ്മാനെ കണ്ടിട്ട്? അച്ഛൻ്റെ നായേ, ഇത് ഞാൻ എന്നെ നായെ വിളിച്ചു. സ്വന്തം വല്യമ്മാനെ എനിക്ക് കാണാൻ വരെ, അതും വല്യമ്മാക്ക് ഇപ്പോൾ പഴയ മാതിരി ഇങ്ങനെ നടന്നു വരാനൊന്നും ബേക്കൂല. അനക്കും എൻ്റെ കുട്ടികൾക്ക് ഒന്ന് പോയി കണ്ടൂടെ ഇടക്ക്?
അയച്ചകളി കൊണ്ട് പോകുമ്പോഴാണ് പ്രശ്നം അല്ലേ? മൈക്കാൻ എടുത്തില്ലേ? അവളെ സൗണ്ട് കിട്ടിയേക്കോ? ഓണാ? കിട്ടിയേക്കോ? അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാറണേ ആ വണ്ടി തൊട്ട് ബേബി ഞാനൊക്കെ എൻ്റെ ഫോൺ അവിടെ വെച്ചെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. എവിടെയാണ് എൻ്റെ ഫോൺ? ഇതില് ബൈക്കിൻ്റെ ഇതിലാ? അങ്ങോട്ട് പോയപ്പോ അതിൽ ഇട്ടില്ലേ? അറിയില്ല. ബൈക്ക് കണ്ടപ്പോഴോ ഗൈസ് ഫോൺ കിട്ടി. ഫോൺ ഇതിലേ സ്കൂട്ടിയിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ കാറിൻ്റെ അല്ല വേണ്ട നിജ തുറക്കുമ്പോഴത്തേന് നേരം വൈകും. അങ്ങോട്ടും കൊണ്ട് തിരിച്ചു കണ്ട് ഒന്നുകൂടി ഓക്കെ. തുണി കാർന്ന ചക്കി എടുത്തേക്കണം. മറ്റേ ഞാൻ അതിൻ്റെ ഉള്ളിലൊരു സ്മെല്ല് കയറാം. ആ ചക്ക എടുത്തേക്കടാ. എടുത്ത് വെച്ചിട്ടില്ലെങ്കിലേ നമ്മളെ വ്ളോഗ് ഗൈസ് അങ്ങനെയൊക്കെയാണ്. ഇട്ട തുണി അപ്പടെ ഊരിടും. ഈറടിച്ച തുണി വരുന്നവനാണ് അനുസരിപ്പ്. മറ്റേ ജാസി മാടി പൊന്തിച്ചു പറഞ്ഞില്ല അതേമാതിരി. ഹെലനോ സ്പാർട്ടൊക്കെ ആ ചക്കൻ്റെ കേട് കളഞ്ഞിട്ടേ ഇതൊന്നും പുടുത്തം വിട്ട ഇത്ര നേരം ഇജ്ജാണല്ലോ നോക്കിനി അല്ലേ? എന്താ എന്റെ വണ്ടിയിൽ കൊണ്ടുവന്നൊക്കെയല്ലേ? ഞാൻ വണ്ടി ഓട്ടിയനി അതേമാതിരി. ചോറ് ഉണ്ടായിക്കോളും. എങ്ങനെ ഉണ്ടായിട്ട് ഓൻ പേരിൽ ചോറൊക്കെ ഉണ്ടാക്കലുണ്ട്.